നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ ഇന്ന് എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ ഇന്ന് 1201 തുലാമാസം 6-ാം തീയതി, അതായത് 2025 ഒക്ടോബർ മാസം 23-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:16, അസ്തമയം വൈകിട്ട് 6:01. ഇന്നത്തെ രാഹുകാലം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. ഇന്നത്തെ തിഥി ദ്വിതീയ തിഥിയാകുന്നു. വെളുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. ചന്ദ്രൻ ബലവാനായി വരികയാണ്. പക്ഷേ വെളുത്തപക്ഷം 5-ാം തീയതി വരെ ചന്ദ്രൻ അത്ര ബലവാനല്ല എന്നറിയുക. വെളുത്തപക്ഷം 5 മുതലാണ് ചന്ദ്രൻ വളരെയധികം ബലവാനാവുക. ഇന്നത്തെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, വിശാഖം നക്ഷത്രമാണ്. വിശാഖം എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം സ്വീകരിക്കുന്ന നക്ഷത്രമാണോ? അല്ല. അത്ര ശുഭമുള്ള ഒരു ഫലം വിശാഖം നക്ഷത്രത്തിന് കാണാറില്ല. വ്യാഴം ആരാകുന്നു? ജീവോ നാരായണഃ. വ്യാഴം മഹാവിഷ്ണുവാകുന്നു. അതിനാൽ വിഷ്ണു ക്ഷേത്ര ദർശനം ഏറ്റവും നല്ലതാണ്. വിശാഖം നക്ഷത്രം വ്യാഴാഴ്ച. അതിനാൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വിഷ്ണു ക്ഷേത്ര ദർശനം, വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട തുളസിമാല, പാൽപ്പായസം, സഹസ്രനാമ പുഷ്പാഞ്ജലി ഒക്കെ ഭഗവാന് സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം അപ്രകാരം തന്നെ അതിശക്തമായ നാരായണ കവചവും ചൊല്ലുന്നത് വളരെയധികം മാറ്റങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടാകും. സ്വതവേ നിങ്ങളുടെ സഹസ്രാര ചക്രം, ഓറാ ചക്രത്തിൽ വ്യാഴം, ജുപ്പിറ്റർ അത് പ്രതിനിധാനം ചെയ്യുന്ന ചക്രമാകുന്നു ത്രോട്ട് ചക്ര, വിശുദ്ധി ചക്രം എന്ന് പറയും. ജപിക്കുന്നത്, കാലത്തിൽ ജപിക്കുന്നതൊക്കെ തന്നെ അങ്ങേയറ്റം ത്രോട്ട് ചക്ര എനർജി ചെയ്യാൻ സഹായിക്കുന്നതാണ്. അപ്രകാരം പഴയ കാലത്ത് നിങ്ങൾക്ക് കാണാം, വലിയ സംഗീതജ്ഞരൊക്കെ സംഗീതം പഠിച്ച് തെളിയാൻ വേണ്ടി പുലർച്ചെ ബ്രാഹ്മമുഹൂർത്തത്തിൽ പുഴയിൽ അല്ലെങ്കിൽ ജലാശയങ്ങളിൽ, തടാകത്തിലൊക്കെ കഴുത്ത് വരെ ജലത്തിൽ ഇരുന്നു കൊണ്ട് സംഗീതം അഭ്യസിക്കുന്നത് കാണാം. വളരെയധികം ശക്തമാണ് ത്രോട്ട് ചക്രയെ എനർജി ചെയ്യുക എന്ന വിഷയം. പ്രിയമുള്ള പ്രേക്ഷകരെല്ലാം തന്നെ ഇന്ന് തന്നെ വ്യാഴക്ഷേത്ര ദർശനം കാലത്ത് ചെയ്യുക. അവിടെ ഭഗവാൻ ഇഷ്ടപ്പെട്ട മേൽപ്പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക. ഇന്നത്തെ ദിനം സുദർശന ഹോമമൊക്കെ ചെയ്താൽ ശത്രുവിനെ നശിപ്പിക്കാൻ വളരെ നല്ലതാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.